ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധിയേ വാസിഷ്ഠായ നമോ നമ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തിയേ. ഓം ഗംഗണപതിയേ നമഃ. ഓം സംസരസ്വതിയേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഉത്തരരാമായണം 3-ാം അധ്യായം. വെല്ലവും പാൽക്കുഴമ്പും പഞ്ചസാരയും തേനും വെള്ളിത്താലത്തിലുണ്ടു വെച്ചിരിക്കുന്നു ബാലെ. എല്ലാമേ ഭുജിച്ചു നിൻ മാനസം തെളിഞ്ഞുടൻ നല്ല സൽക്കഥ പറഞ്ഞിടണം കിളിപ്പെണ്ണേ. രാമമാഹാത്മ്യം പറഞ്ഞിടമെന്നോട് നീ രാമനാമത്താലല്ലോ മോക്ഷത്തെ പ്രാപിക്കുന്നു. കാൽക്ഷണം കാലം കളിഞ്ഞിടാതെ ഭക്തിയോടെ മോക്ഷസാധനം രാമചരിതം കേട്ടുകൊള്ളുവിൻ. ഹരേ രാമ ഹരേ രാമ. സീതാവിലാപം. സീതാദേവിയും അത് കേട്ടു നേരത്തു തത്ര മേദിനി തന്നിൽ വീണു മോഹിച്ചു നിസംശയായി. അങ്ങനെ മുഹൂർത്തം മാത്രം കഴിഞ്ഞൊരു ശേഷം അങ്കനാ മണിമോഹം തീർന്നുടനൊന്നു വീർത്താൾ. അയ്യോ ഭർത്താവെ വെടിഞ്ഞായോ മാവ്യതാപലാൽ. നീ എന്നെ ഉപേക്ഷിച്ചെന്തു കാരണം നാഥാ. ഞാൻ മുന്നമനേകം മനുഷ്യരെ ദുഃഖിപ്പിച്ചു കാമ്യതാരങ്ങളോട് വേർപെടുത്തതിൻ ഫലം ഞാനിപ്പോൾ അനുഭവിച്ചിടുന്നതിന്മേലിൽ ദീനത്വം എത്ര കാലം ഭുജിച്ചിടുക വേണം. സന്തതം മുനികളും താപസപത്നിമാരും എന്തിനു വെടിഞ്ഞിതു രാഘവൻ എന്നു സന്തതം ചോദിച്ചാൽ ഞാനെന്തവരോട് ചൊല്ലും. സന്താപം എന്തുകൊണ്ട് ഞാൻ പൊറുക്കുന്നതല്ലയോ. നല്ലതാകിലും പ്രാണത്യാഗം ചെയ്തിടുവൻ ഞാനില്ല സന്തതി. സൂര്യവംശത്തിനെന്നും വരും മാതാക്കന്മാരോടും ചെന്നെല്ലാം ചൊല്ലിയിടു നീ ഖേദമുണ്ടവർക്കൾ അവൾക്കു മെന്നെയോർത്തിയിടും നേരം. വല്ല ജാതിയും മനോരജ്ഞനോടും കൂടെ കല്യാണത്തോടു വാണിയിടുന്നതും നൃപധർമ്മം. ലോകാപവാദം ശങ്കിച്ചെന്നെ സന്തയിച്ചിതു ലോകനായകൻ മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. എന്നെ വേറിട്ട കാലമേതുമേ ദുഃഖിയാതെ നന്നായി രക്ഷിക്ക ഭൂമണ്ഡലം ധർമ്മത്തോടെ. അഗ്രജൻ തന്നെ പരിചരിച്ചിടുക നിത്യം. വ്യഗ്രഹം കളഞ്ഞെങ്കിൽ പോയാലും വൈകിടാതെ. വൈദേഹി വാക്കുകേട്ടു മൂന്നൊരു പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കണ്ണീർ വാർത്തുരിയാടാതെ പോയി. ഭൂമിയിൽ വീണുരുണ്ടു കിടന്നു കരയുന്ന ഭൂമി നന്ദന തന്നെ നോക്കി നോക്കി പോയി ചെന്നു ഗംഗയും കടന്നുടൻ സുമന്ത്രോടും കൂടി മംഗലം പ്രാർത്ഥിച്ചു മന്ദം ബന്ധം നടന്നു കൊണ്ടാൻ. അന്നേരം സൗമിത്രിയും സുമന്ത്രോട് ചൊന്നാൻ. നന്നു നൊന്നിന്നിവയോർത്താൽ എത്രയും ചിത്രം ചിത്രം മാനവ ശ്രേഷ്ഠനാകിയ രാമചന്ദ്രനും തഥാ ജാനകി ദേവിക്കും ഓരോ നാളായി ഉണ്ടായി വന്ന ദുഃഖങ്ങൾ നിരൂപിച്ചാൽ എത്രയും കഷ്ടം കഷ്ടം. ദുഷ്കർമ്മം കുറഞ്ഞൊന്നു ചെയ്തിട്ടല്ലോ താനും. സൗമിത്രി വാക്കുകേട്ട് സുമന്ത്രരുൾ ചെയ്തു. നാം ഇത്ര ദുഃഖിപ്പതിൽ അവകാശമേതും സാമർത്ഥ്യം കൊണ്ടു നീ കാവതല്ല ദൈവമതം. സൗമിത്രേ കേട്ടാലും നീ എങ്കിലോ പുരാവൃത്തം. നിങ്ങൾ നാൽവരും പിറന്നുണ്ടായ ശേഷത്തിങ്കൽ പൊങ്ങിയോരാനന്ദു കൈകൊണ്ടു ദശരഥൻ ചെന്നിതു ഗുരുവായ വസിഷ്ഠാശ്രമത്തിങ്കലുടനെ ത്രിപുത്രനാകിയത് സർവാസാവും വന്നിതു. ചാതുർമാസ്യമിരിപ്പാൻ തത്രേവ കേൾ വന്ദിച്ചു നൃപേന്ദ്രനും താപസ ശ്രേഷ്ഠന്മാരെ.
വസിഷ്ഠകൃതന്മാരാദിത്യം ഗ്രഹിച്ചുടൻ വസിച്ചു യഥാസുഖം ഭൂപതി ശ്രേഷ്ഠൻ താനും. കുശല പ്രശ്നങ്ങളും ചെയ്തതു മുനീന്ദ്രന്മാർ കുശലം തന്നെയെന്നു പറഞ്ഞു നൃപേന്ദ്രനും വന്ദിച്ചു. ദുർവാസാവ് തന്നോട് ചോദ്യം ചെയ്തു, നന്ദന്മാരുണ്ടല്ലോ 4 പേരെനിക്കിപ്പോൾ, എന്നതിൽ ജ്യേഷ്ഠൻ രാമൻ ദീർഘായുഷ്മാനോ മേലിൽ വന്നിടും ഗുണദോഷങ്ങളെ മരുൾ ചെയ്യുക. ബലന്മാർ മറ്റുള്ളവരും ഗുണവാന്മാരോ പാർത്താൽ ശീലാദി ഗുണങ്ങളും എത്രയുണ്ടതുമെല്ലാം മേലുള്ള അവസ്ഥകൾ ദിവ്യലോചനം കൊണ്ടു കാലമേ കാണാമല്ലോ സർവവും ഭവാദിശാം. ഇത്തരം നൃപവാക്യം കേട്ടുടൻ ദുർവാസാവും സത്വരം അരുൾ ചെയ്തു, കേട്ടു കണ്ടാലുമെങ്കിൽ ഈ 7 ലോകങ്ങളും പരിപാലിച്ചു നന്നായി ശ്രീരാമൻ 11,000 വത്സരം വാഴും. ഈ 7 ലോകവും പരിപാലിച്ചു നന്നായി ശ്രീരാമൻ 11,000 വത്സരം വാഴും. പൗരന്മാരോടും ഭ്രാതാക്കന്മാരവരോടും ആരോടാനന്ദം പിന്നെ വൈകുണ്ഠം പ്രാപിച്ചിടും. ജാനകി ദേവി തന്മധ്യേ മാനുഷശ്രേഷ്ഠൻ കാനനം തന്നിൽ ഉപേക്ഷിക്കുകയും ചെയ്യുമല്ലോ. ദുഃഖകാലവും സുഖകാലവും ഓർത്തു കണ്ടാൽ ദുഃഖകാലങ്ങളേറിയിരിക്കുമല്ലോ താനും. പുത്രന്മാരിവരുണ്ടായി വരും, അവരെയും പൃഥ്വീശന് ഓരോ രാജ്യം തോറും വാഴിക്കും താനും. പിന്നെ അങ്ങ് അയോധ്യ വനമായി വന്നു കൂടും. മന്നവൻ അയോധ്യാവാസിവർക്കെല്ലാം തന്നെ ലോകം കൊളുത്തിയിടും എന്നത് നൂനം. പിന്നെയും സൂര്യാന്യയമൊടുങ്ങി കൂടുവോളം അന്നുള്ള അവസ്ഥകൾ അരുളി ചെയ്തു മുനി. മന്നവനോട് അരുൾ ചെയ്തു, മറ്റാരോടും എന്നീ അവസ്ഥകൾ ഉര ചെയ്യുക വേണം. അന്ന് തൊട്ടാരോടും ഞാൻ ഉര ചെയ്തതുമില്ല. എന്നിരിക്കലും ഇന്നു നിന്നോട് പരമാർത്ഥം ഒന്നൊഴിയാതെ പറഞ്ഞിടരുതെന്നില്ലല്ലോ. എന്നെല്ലാം പറഞ്ഞു നിൽക്കും നേരം വൈദേഹ്യം വന്നൊരു ദുഃഖം സഹിയാഞ്ഞു വീണുരുണ്ടുടൻ. അയ്യോ ഭർത്താവേ, വെടിഞ്ഞായോ മാം വെറുതെ നീ തീയിൽ ചാടണമെന്ന് ചൊന്നതും ചെയ്തേനല്ലോ. വഗ്നിയിൽ ചാടി മരിക്കാമെന്ന് നിരൂപിച്ചാൽ വഗ്നിയും ചുടുകയിൽ എന്നെ എന്താവതയ്യോ. എന്തോന്ന് പാർവതു നിന്നോട് കൂടി മുന്നം സന്തോഷം പൂണ്ടു വാണതോരോന്നേ നിരൂപിച്ചാൽ വെള്ളത്തിൻ കാലും കെട്ടിച്ചാടിയായോ നല്ലു. വള്ളിയും കെട്ടി ഞാനും ചാകയോ നല്ലു. പാർത്താൽ കാളസർപ്പത്തെ കൊണ്ടു കടുപ്പിച്ചിടുകയോ കാളകൂടത്തെ പാനം ചെയ്തു ചാകയോ നല്ലു. ഏതൊരു ജാതി മമ പ്രാണനെ കളയാവോ മേദിനി തന്നിൽ വസിക്കുന്നതും ഇനി തതീ. താപേന സീതാദേവി കരയും നാദമപ്പോൾ താപസകുമാരന്മാർ ചിലർ കേട്ടാരല്ലോ. ചെന്നവർ വാൽമീകി വന്ദിച്ചു ചൊന്നാരപ്പോൾ, ഇന്നൊരു നാരി ഗംഗാതീരെ കാനനദേശേ വീണുടൻ കിടന്നുരുണ്ടേറ്റവും കരയുന്നോൾ. വാനവർ നാരിമാരിലാരുമല്ലേ ശ്രീ ഭഗവതി എന്ന് തോന്നിയിടും കാണും തോറും. താപമുണ്ടായതവൾക്കെന്തെന്നും അറിഞ്ഞില്ല. പുഷ്കര നേത്രയുടെ ദുഃഖം കണ്ടത് മൂലം വൃക്ഷങ്ങൾ വള്ളികളും ആകുന്നു കഷ്ടം കഷ്ടം. നദിയുമൊഴുകാതെ നിൽക്കുന്നു ദുഃഖത്തോടെ കതിരോൻ താനും ഉഴന്നങ്ങനെ നിന്നിടുന്നു. പവനൻ തനിക്കുമില്ലിളക്കമെന്നേ കഷ്ടം. പവനാശന്മാരും വിലത്തിൽ പൂക്കിടുന്നു. പക്ഷികൾ വൃക്ഷം തോറും ശബ്ദിക്കുന്നതുമില്ല. രക്ഷിച്ചിടുക വേണമെന്ന് അവളെ തവോ നിതേ. സൽക്കരിക്കണം അവളെ പുനത്തിനവൾ തക്കവളെന്ന് ന്യൂനമില്ല സംശയമേതും. സർവബാലകന്മാരും ഇങ്ങനെ ചൊന്ന നേരം ദിവ്യലോചനം കൊണ്ടു കണ്ടിതു വാൽമീകിയും. ആർഘ്യപാദ്യാദികളും കൈ കണ്ടു മഹാമുനി മുഖ്യനും ചൊന്നാനവൾക്ക് ആശ്വാസം വരും വണ്ണം. ഞാൻ അറിഞ്ഞിതു നിന്നെ രാഘവ പത്നി എന്നും ജാനകി ജനകരാജാത്മജയമെന്നും ഇപ്പോൾ
എള്ളോളം കുറ്റം നിനക്കില്ലെന്നും അറിഞ്ഞു ഞാൻ. ഉള്ളിലെ കണ്ണുകൊണ്ട് കണ്ണെന്നു ധരിച്ചാലും ഭർത്താവോ നിന്നെ ഉപേക്ഷിക്കാൻ കാരണവും ഞാൻ. ഉൾത്താരിലറിവേറ്റ നീ വൈകാതെ നീ അർഘപാദ്യാദികളും കൈ കണ്ടെന്നോട് കൂടെ ദുഃഖവും ഉപേക്ഷിച്ചു പോരിക മടിയാതെ. ആശ്രമം തന്നിൽ വസിച്ചിടുക നിനക്കിപ്പോൾ ആശ്രയമായിട്ടുണ്ടു താപസീ വർഗമേറ്റം. ആദരിച്ചിടും അവർ നിന്നെ ജാനകി നിത്യം. ഖേദമേതുമേ നിനക്കുണ്ടാകില്ല താനും. നിന്നുടെ ഗൃഹം തന്നിരുന്നിടും വണ്ണം തന്നെ ആശ്രമം തന്നിലിരിക്കാം അറിയിച്ചാലും. മൈഥിലി അതു കേട്ടു വന്ദിച്ചു മുനീന്ദ്രനെ പെയ്തിടും ബാഷ്പത്തോടും അനുവാദവും ചെയ്താൾ. വൈദേഹിയോടും കൂടി ചെന്നു വാൽമീകി മുനി ആദരവോടും നിജപർണശാലയിൽ പുക്കാൻ. താപസീ ജനത്തോടും ചൊല്ലിലാൻ മുനീന്ദ്രനും താപം കൂടാതെ നിങ്ങൾ പാലിക്ക വൈദേഹിയെ. സന്തോഷിച്ചവർകളും കൂട്ടിക്കൊണ്ടകം പുക്കാൻ. അന്തസ്താപവും ഒട്ടു കുറഞ്ഞു വൈദേഹിക്കും. ജാനകി മുനിയുമായി പോയതു കണ്ട നേരം മാനസ ചിന്തയോടും ലക്ഷ്മണൻ നടകൊണ്ടാൽ. സൂര്യൻ അസ്തമിക്കുമ്പോൾ കൗശികി നദിയുടെ തീരം പ്രാപിച്ചു വസിച്ചിനാരവർകളും. മാർത്താണ്ഡോദേ പുറപ്പെട്ടു വേഗേന ചെന്നു മധ്യാന നേരമയോധ്യപുരമകം പുക്കാൻ. ശ്രീരാമ സമാശ്വാസനം. ആനന്ദപത്മം വാടിയാരെയും നോക്കിടാതെ മാനസ ഖേദത്തോടും കണ്ണുനീർ വാർത്തു വാർത്തു മാനവവീരൻ കുമ്പിട്ടിരിക്കുന്നത് കണ്ടു. മാനിയാം സൗമിത്രി പാദാംബുജം വണങ്ങിനാൽ എന്തുണർത്തിപ്പതെന്നു തന്നെ മകമനെ കാമ്പിൽ ചിന്തിച്ചു ചിന്തിച്ചു സൗമിത്രി ഉമര ചെയ്താൽ. ജ്ഞാനമില്ലാതെ മൂഢജനത്തെ പോലെ ഭവാൻ മാനസേ ഖേദിപ്പതിനെന്തു കാരണം നാഥ. ദേഹദേഹാർത്ഥപുത്രകളത്രാദികളോടും ദേഹികളുണ്ടോ പിരിയാതെ ഭൂമിയിലാരും. പാന്തന്മാർ പെരുവഴി അമ്പലം തന്നിൽ വന്നു താന്താരായിരുന്നുടൻ പിരിഞ്ഞു പോകും പോലെ. ജനയിത്രി നന്ദന ഭാര്യാതന മനുവാസരം കൈകൊണ്ടിരുന്നു ചില ദിനം. മുഖ്യഭേദത്തോടവർ ചെയ്തിടും കർമ്മങ്ങൾക്കു തക്കവാറോഴോ വഴി പിരിഞ്ഞു പോയിടുവോരതിങ്കൽ. ദുഃഖിക്കുന്നത് അജ്ഞാനമല്ലോ നാഥ. പുതന്മാരുടെ മതമല്ലിതു രഘുപതേ. നിന്തിരുവടി അറിയല്ലേതുമെന്നാ അന്ധത്വമുണ്ടാമതിശോകത്താൽ എല്ലാവർക്കും. നാരിയെ പിരിഞ്ഞതു കാരണം നരേന്ദ്രന് പാരമുണ്ടായെന്നു നാനാലോകരുമെല്ലാം തങ്ങളിൽ പരിഹാസഭാവേന ചൊല്ലുന്നതും മംഗലമല്ല മഹീപാലക തിലകമേ. വിഷയചാബല്യമില്ലാതെയില്ലാരവർക്കു ഋഷികൾ പോലും അതിൽ മോഹിച്ചിടുന്നുവല്ലോ. ധീരനെത്രയും രാമനെന്നും ചൊല്ലിയിടുന്നതും പാരമെത്രയുമുണ്ട് ചൊല്ലു ചാബല്യമറിഞ്ഞാലും എന്നെല്ലാം അവരവർ ചൊല്ലിയിടുന്നതും ഓർത്താൽ നന്നല്ല മഹാമതേ രാഘവ മഹീപതേ. എല്ലാ ജാതിയും വിഷാദം കളയണമതു നല്ലത് സുഖദുഃഖം മിശ്രമായിട്ടേയുള്ളൂ. സൗമിത്രി വചനങ്ങളിങ്ങനെ കേട്ട നേരം സൗമുഖ്യമോടും രാമഭദ്രനോ മരുൾ ചെയ്തു. നന്നു നീ പറഞ്ഞതു സാരമെത്രയോ മോർത്താൽ ഇന്നിനി വേണ്ടും കാര്യം ചിന്തിച്ചിടുക വേണം. 4 നാൾ കഴിഞ്ഞിതു ദുഃഖിച്ചിങ്ങനെ മമ കാലമോ തെരുതെരെ പോമല്ലോ ലഘുതരം. കാര്യങ്ങൾ ചിന്തിപ്പാനുമുണ്ടായില്ല അവസരം. കാര്യങ്ങൾ വിചാരിഞ്ഞാൽ അതു നിമിത്തമായി ആപത്തു വരുമല്ലോ രാജാക്കന്മാർക്കു നൂനം. പാപത്തിനതു തന്നെ കാരണമെന്നു വരും.
ശ്രീരാമ. നൃഗചരിതം. പണ്ടയോധ്യയിൽ നൃഗനെന്നൊരു നൃപശ്രേഷ്ഠനുണ്ടായി. നിഷാകുവിൻ സോദരനായിട്ടെടോ കോടി ദാനം ചെയ്താൽ ഭൂത ഉത്തമന്മാർക്കും ലോകരും പ്രശംസിച്ചു വാണിയിടും കാലത്തിങ്കൽ തന്നെ പശുക്കൂട്ടം തന്നിൽ വന്നൊരു വിപ്രൻ തന്നെ പശു കൂടിപ്പോയത് ബലാൽ താനേതുമറിയാതെ മറ്റൊരു ഭൂദേവിന് ദാനം ചെയ്തിടാൻ ഈശ്വര വിധിയാലെ തന്നെ പശുവിനെ കാണാഞ്ഞു വിപ്രോത്തവൻ അന്വേഷിച്ചോരിടത്തും കാണാഞ്ഞു ദുഃഖം പൂണ്ടോൻ. അങ്ങനെ ചിലദിനം കഴിഞ്ഞോരനന്തരം അങ്ങൊരു വിപ്രാലെ കാണായി പശുവിനെ. വാ 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 ശബളേ നീ എന്നവളെ വിളിച്ചപ്പോൾ ഗോപുതൻ നാഥൻ തന്നെ കണ്ടു പിന്നാലെ പോയാൾ. അന്നേരവരനാം നാഥനെ ചൊല്ലിയിടിനാൽ എന്നുടെ പശുവിതോ രാജാവ് തന്നെടോ. രാജാവ് തരികിൽ എന്നുടെ പശുവിനെ വ്യാജമെന്നോട് പറഞ്ഞിടാതെ വിപ്രോത്തമാം മന്നവൻ പറയണം ഞാൻ തന്ന പശുവല്ലെന്നാൽ ഞാൻ അയച്ചിടാമില്ല സംശയമേതും. അല്ലായിക്കലയില്ലെന്നും ഞാൻ പശുവിനെ ചൊല്ലുന്ന ദുർവാക്കുകളൊക്കെ ഞാൻ പൊറുത്തിയിടാം. കള്ളന്മാരോട് പശു കൊള്ളുകയില്ല, പക്ഷേ കള്ളനായിടുന്നത് ഞാനല്ല രാജാവത്രേ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞന്യോന്യം കലഹം പൂണ്ടങ്ങു ചൊന്നവനീശൻ തന്നോട് ചോദിക്കനാം എന്നവരിരുവരും ഒന്നിച്ചു പുറപ്പെട്ടു ചെന്നു. ഗോപുരധാരെ നിന്നു ചെന്നതു നേരം കാണുന്നതിനവസരമില്ലെന്നു കേട്ടത് അത്ര ബ്രാഹ്മണരിരുവരും ചില നാൾ പാർത്ത നേരം. പിന്നെയും അവസരമില്ലാഞ്ഞു കോപിച്ചവർ മന്നവൻ തന്നെ ശപിച്ചിടാൻ. അതു നേരം കോപിച്ച വിപ്രേന്ദ്രന്മാർ ഭൂപതി പ്രവരനു ശാപത്തെ കൊടുത്തതു വീതിയായിടും വണ്ണം കൂപത്തിലൊരു കൃകലാസവേഷവും പൂണ്ടു താപത്തോടിനിക്കിടന്നീടുക ചിരമ്പവാൻ. ദാപരയുഗാവസാനത്തിങ്കൽ നാരായണൻ പാപനാശനം വന്നു കൃഷ്ണനായി പിറന്നീടും. ശാപവും തീരുമവൻ തൊടും നാൾ നിനക്കെന്നു ഭൂപതി പ്രവരന് ശാപമോക്ഷവും നൽകി. ബ്രാഹ്മണൻ പശുവിന് മറ്റൊരു ഭൂദേവനു ധാർമ്മികയാന്മാരവൻ ദാനവും ചെയ്തിടിനാർ. പിന്നെ പോയി നിജ നിജ മന്ദിരം പുക്കാരവർ. മന്നവൻ താനും അറിഞ്ഞാൻ അപ്പോൾ അവസ്ഥകൾ. പിന്നെ തനയനു രാജാഭിഷേകവും ചെയ്തു. കിന്നനായി സുതനോട് ചൊല്ലിനാൽ നൃപേന്ദ്രൻ മഴയും മഞ്ഞും ഏറ്റവും വെയിലുമുള്ള കാലമഴൽ കൂടാതെ വസിച്ചിടുവാൻ തക്കവണ്ണം തീർക്ക നീ 3 കിണറവറ്റും തീരം തോറും വായിക്കുന്ന വല്ലികളും വൃക്ഷവും ഉണ്ടാവണം. വാസുവാം തനേനങ്ങും അങ്ങനെ തീർത്തിടിനാൽ വാസുദാദിവൻ ഇന്നുമുണ്ടതിൽ കിടക്കുന്നു. മന്നവനോട് സുമിത്രാത്മജൻ അതു കേട്ടു. പിന്നെയും ചോദിച്ചിതു വന്ദിച്ചു രഘുപതി. അല്പാപരാധമറിയാതെ വന്നതിനവമുൽപ്പന്ന രോഷം കൈകൊണ്ടിങ്ങനെ ശപിച്ചതും യോഗ്യമോ നിരൂപിച്ചാൽ ആർക്കറിയാവൂ. പിന്നെ ഭാഗ്യവാൻ ദാനശീലല്ലോ ഭൂപതി നൃഗൻ ഇത്തം സൗമിത്രി പറഞ്ഞോരു നേരത്ത് രാമചന്ദ്രൻ അരുൾ ചെയ്താൻ ആർക്കറിയാവൂ സഖേ. പ്രാരബ്ധ കർമ്മഫലഭോഗത്തിനെന്തേ വരൂ നേരത്രേ വിധാതാവിൻ കൽപ്പിതമോർത്തു കണ്ടാൽ. നിമി വസിഷ്ഠശാപം. ഇന്നും നീയൊരു കഥ കേൾക്ക സൗമിത്രേ ചൊല്ലാം. മുന്നമുണ്ടായാൽ നിമിയാകിയ നൃപശ്രേഷ്ഠൻ ഗൗതമാശ്രമത്തിങ്കലടുത്തു പവനവും കൗതുകത്തോടു തീർത്തു വസിച്ചാൽ പലകാലം ചിത്തത്തിലോർത്താനൊരു യാഗം ചെയ്യണമെന്നു സത്വരമാചാര്യനോടത് ചെന്നറിയിച്ചാൻ. അന്നേരം വസിഷ്ഠന് നൃപനോട് അരുൾ ചെയ്തു. ഇന്ദ്രനുണ്ടനെയൊരു യാഗം ചെയ്യിപ്പാനായി വന്നപേക്ഷിക്കുന്നു ഞാൻ പോവ. നായതോ ചെയ്തു വന്നാൽ നിന്നുടെ യാഗം കഴിക്കാമെന്നേ വരൂ. അമരാലയമ്പുക്കു വസിഷ്ഠ മുനീന്ദ്രം നിമിയും കൗതവനെ കൊണ്ടു ചെയ്യിച്ചു യാഗം. 1000 സംവത്സരം കൊണ്ട് യാഗവും കൂടി നായകനവൃത സ്ഥാനവും ചെയ്തിടിനാൽ വന്നിതു വസിഷ്ഠനും ഭൂപതേ നിമിത്താനും അന്നേരം നിദ്രാവശനായി കിടക്കുന്നുവല്ലോ. സൽക്കാരം ചെയ്യാതും യാഗം ചെയ്തതും കൊണ്ട് മുൾക്കാവിൽ ക്രോധം പൂണ്ട് ശപിച്ചു വസിഷ്ഠനും ദേഹദേഹികൾ തമ്മിൽ വേറിട്ട് പോകയെന്നും
സാഹസാൽ ശപിച്ചപ്പോൾ ഉണർന്നു നൃവേന്ദ്രനും പിരിഞ്ഞു പോക ദേഹദേഹികൾ തമ്മിലെന്നു വിരിഞ്ച തനേനെ ശപിച്ചു നിവിതാനും അന്യോന്യം ശാപമേറ്റു വായുഭൂതന്മാരായാർ മന്നവൻ താനും തഥാ വസിഷ്ഠ മുനീന്ദ്രനും താപസൻ വായുബോധനായി ചെന്നു ദാതാവിനെ താവേനെ കണ്ടു നിജ സങ്കടമറിയിച്ചാൻ ഉർവശി തന്നിൽ മിത്രാവരുണ ബീജം കൊണ്ട് ദിവ്യമായൊരു ദേഹമുണ്ടാക്കി കൊള്ളുകയെന്നാൽ മിത്രബീജവും പിന്നെ വരുണ ബീജത്തോട് യുക്തമായത് നേരമെടുത്തുകൂടാഞ്ഞപ്പോൾ കുംഭത്തിലാക്കിയിടിനാൾ ഇന്ദ്രിയദയം അപ്പോൾ കുംഭത്തിൽ നിന്നു ഗമിച്ചേഴാൻ അഗസ്ത്യനും പിൻപുടനുണ്ടായി വന്നു വസിഷ്ഠ ശരീരവും സംഭവിച്ചതു മുനിശ്രേഷ്ഠന്മാർ ഇരുവരും മിത്രനുർവശിയെ ശപിച്ചാനതു കാലം എത്തിനു കളത്രമായി പോക നീ ചിരകാലം അങ്ങനെ പുരൂരവ തന്നെ പത്നിയായാൾ അങ്കന ശിരോമണിയാകും ഉർവശി താനും നിബിതൻ ദേഹമുണ്ടാക്കാമെന്ന് മുനികളും അമരന്മാരും ചൊന്നോര നേരം നിബി ചൊന്നാൽ ദേഹമുണ്ടായാൽ ദുഃഖമൊഴിഞ്ഞില്ലതു മൂലം ദേഹമുണ്ടാവേണ്ട കേവലം എനിക്കുന്നു സർവപാണികളുടെ നേത്രങ്ങൾ തോറും സമീരാത്മകനായി വാണിടാമെന്നു കേട്ട കമലർ ആശ്വാസത്തിനു നേത്രമിച്ചതു വിരിക്കുന്നതും ആശ്രയാസാധ്യന്മാരും നൽകിനൊരനുഗ്രഹം നിബിതൻ ദേഹം മുനിവരന്മാർ കടഞ്ഞപ്പോൾ അമലൻ മിതി എന്ന നൃപനുണ്ടായി വന്നു മിതിജാതന്മാരെല്ലാം മൈഥിലന്മാരായി വന്നാൽ തതനു വിദേഹ ജാതന്മാരായതുമൂലം പൃഥുവീരന്മാരവർ വൈദേഹന്മാരെന്നായാൾ മതി കൗതുകത്തോടെ ധരിക്കൂ സൗമിത്രേ നീ ജനിപ്പിച്ചതോ മദനം ചെയ്തതെന്നത് കൊണ്ടു ജനകന്മാരെന്നത്രേ ചൊല്ലുന്നു ഭൂതജനം ഇത്തരമാപത്തുണ്ടാം കാണാൻ വന്നോർക്കു കാണാനഞ്ഞാൽ വഴി പോലെ ലക്ഷ്മണ ധരിക്ക നീ ശവിച്ചതെന്നു നീമി വസിഷ്ഠൻ തന്നെ കൂടെ തപശക്തിയും തമ്മിലാക്കുമോ നിരൂപിച്ചാൽ എല്ലാവർക്കും ക്ഷമയുണ്ടായി വരികയില്ല കേൾ ചൊല്ലുവൻ ഇന്നും ഒരു കഥ ഞാൻ സംക്ഷേപമായി. യയാതിചരിതം സോമവംശത്തിൽ ബുധപുത്രനാം പുരൂരവാം ഭൂമി പാലകാനാവൻ നന്ദനായുസല്ലോ നൗഷ്ണവൻ മകൻ തൽസുതൻ യയാതിയും അവന്റെ പത്നി ശുക്രപുത്രിയാം ദേവയാനി വൃഷപർവാവിൽ മകളാകിയ ധർമ്മിഷ്ഠയും ദേവയാനിക്കു മക്കൾ യതുവും തുർവസുവും ദ്രുഹു മനുദ്രുഹു പുരുവും ശർമ്മിഷ്ഠയ്ക്കുമാഹന്തസുതനെന്നു ധരിക്ക സൗമിത്രേ നീ ഭൂപതിക്ക് ഇഷ്ടപത്നി ശർമ്മിഷ്ഠ തന്നേറ്റം താപവും ദേവയാനിക്കതിനാലുണ്ടായല്ലോ താതനോടറിയിച്ച ദേവനയാനിയുമതി ക്രോധേന ശപിച്ചിത ശുക്രനും ജയാദിയെ വൃദ്ധനായി ജരാനരയുണ്ടാവൂ നിനക്കെന്നു പൃഥ്വീശനുൾത്താപമുണ്ടായി അതുമൂലം പുത്രനാം യദുവിനെ വിളിച്ചു ചൊന്നാൽ നൃപൻ വൃദ്ധത വാങ്ങിത്തവ യൗവനം തന്നീടണം എന്നത് കേട്ടു യദു സൂക്ഷ്മധർമ്മത്തെ പാത്തു തന്നെ പിതാവ് തൻ കാംക്ഷിതം കണ്ടു ചൊന്നാൽ ധർമ്മമില്ലതു മമാ ദണ്ഡമെത്രയുമോർത്താൽ സമ്മതിക്കുമില്ല ഞാൻ അതു പറയേണ്ട. പിന്നെ പുരുവിനോട് പറഞ്ഞു യാതിയും തന്നാലും യൗവനത്തെ വാർദ്ധക്യം നൽകിയിടുവാൻ വന്നിടും വിത്ത് നിയോഗം കേട്ടാൽ അനുഗ്രഹം എന്നത് കേട്ടവനതു സമ്മതിച്ചു ഭക്തിയ കാരുണ്യം അവനോട് വാങ്ങിനറിയാതെയും കാരുണ്യം അവനിൽ വർദ്ധിച്ചു നരേന്ദ്രനും രാജ്യപാലനം ചെയ്തു ഭോഗത്ത് ഭുജിച്ചേറ്റം പൂജന ചിരകാലം വധിച്ചു യാതിയും പിന്നെ പുരുവിനോട് വാർദ്ധക്യം വാങ്ങിക്കൊണ്ട് തന്നെ തനേനു യൗവനം നൽകിയതിനാൽ ഭൂപരിത്രാണാർത്ഥമായ അഭിഷേകവും ചെയ്തു ഭൂപതി പുരുവിനെ ഭൂപതിയാക്കി വാണാൽ രാജചിഹ്നങ്ങൾ നിങ്ങൾക്കില്ലാതെ പോകുന്നു. രാജേന്ദ്രൻ ഇതുമുതൽ 4 വർക്കും ശാപം നൽകി. അങ്ങനെ ശുക്രശാപം കൈകൊണ്ട് യയാതികൾ അങ്ങോട്ട് കൂടെ ശപിച്ചില്ല. സൽഗുണവശാൽ മുന്ന മന്ത്രകനു വന്നാപത്ത് പോലെ നമുക്കിന്നിനി വരാവതിനാവോളം വേല ചെയ്യുക. നമ്മെ കാണുവതിനുണ്ടോ വന്നിട്ടാരാനുമെങ്കിൽ സമ്മാനിച്ചുദിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടിരുന്നു നീ
ഇത്തമോരോന്നോ രാമലക്ഷ്മണന്മാരും തമ്മിൽ ചിത്തമോദേനെ പറഞ്ഞിരുന്നീട നേരം. സത്വരം കഴിഞ്ഞതു രാത്രിയും ദിനേശനും പ്രത്യക്ഷനായല്ലോ തൽക്ഷണം. നൃപശ്രേഷ്ഠനാസ്തയ സന്ധ്യാനുഷ്ഠാനങ്ങളും കഴിച്ചു മന്നാസ്ഥാനെ സുവർണ സിംഹാസനെ മരുവിനാൻ. ദ്വാരപാലകൻ വന്നു വന്ദിച്ചു ചൊന്നാൽ പുരദ്വാരദേശാന്തി വന്നു നിൽക്കുന്നു മുനിജനം. കാഞ്ചാനാദികളായ ഭാർഗവകുലജന്മൻ വാജ്ഞ കണ്ടുകൊള്ളുവാൻ നിന്തിരുപടിപ്പാദം. കാല സോദരി തീരവാസികൾ എന്നീ വണ്ണം കാലെ വന്നവർ ചൊന്ന വാക്കു കേട്ട നേരം വൈകാതെ വരുത്തുകന്നരുളിയവനോട് വൈകുണ്ഠൻ തിരുപടി താപസന്മാരുമപ്പോൾ പൂജ്യമാം തീർത്ഥജലം ഫലമൂലാദികളും കാച്ചും വേച്ചു കണ്ടാരം നേരം ജഗന്നാഥൻ ആർഘ്യപാദ്യാദികൾ അർപ്പിച്ചു മുനികുല മുഖ്യന്മാരുകൂടെ തിരുകുനാഥൻ വന്ദിച്ചു ഭക്തിയോടെ വിനയം പൂണ്ടുമുത മന്ദഹാസവും ചെയ്ത് ചോദിച്ചു കുശലവും മാനസി നിത്യം തപസിന്നേതുമുപദ്രവം കാനനത്തിങ്കൽ നിങ്ങൾക്കല്ലല്ലീ ചൊല്ലിയിടണം. ജീവന ധനധാന്യ രാജാദികളെല്ലാം കേവലം ഉപേക്ഷിച്ചോ വിപ്രേന്ദ്ര രക്ഷിപ്പാൻ ഞാൻ വാഞ്ചിതം നിങ്ങൾക്കെന്ത് ചൊല്ലീനെന്നാലതു സാധിച്ചിടുവൻ ഞാനില്ല സംശയമേതും. സത്യമെന്നറിഞ്ഞാലും രാമഭാഷണവിധി ശ്രുത്വാ താപസ പ്രവരരോ മരുൾ ചെയ്താൻ. സാധ്യമോ കാര്യമെന്നറിയാതെ പാർത്ഥിവന്മാരാനും ഇങ്ങനെ ചൊല്ലിയിടുമോ നല്ലതു വന്നിടുക മേൽക്കുമേൽ എന്നതൊഴിഞ്ഞില്ല മറ്റൊന്നും പറഞ്ഞിടുവാൻ ഞങ്ങൾക്കിപ്പോൾ. രാഘവൻ അരുൾ ചെയ്താൽ കാനനം തന്നിൽ നിന്നിങ്ങാഗമിച്ചതിൻ മൂലം അരുൾ ചെയ്യുകയും വേണം. കാഞ്ചന തപോധനം അരുൾ ചെയ്താനപ്പോൾ വാഞ്ചിതമായതെല്ലാം ചൊല്ലുവൻ മടിയാതെ. പണ്ടൊരു നിശാചരൻ എത്രയും ഗുണവാനായുണ്ടായി മധുവെന്നു നാമമായി മഹീപതേ. ധർമ്മതൽപരത്വവും തപസിൻ ഫലവും കണ്ടംബികാപതിയൊരു ശൂലവും നൽകിയിടിനാൽ നിന്നുടെ ശത്രുക്കൾ വധിച്ചാൽ ശൂലം നിന്നുടെ കയ്യിൽ തന്നെ വരുന്നതറിഞ്ഞാലും. ഗോദേവതിജകുലോപദ്രവം ചെയ്യുന്ന നാളേതും വൈകാതെ പുനരന്നിരികത്തു പോരും എന്നരുൾ ചെയ്ത് ശൂലം കൊടുത്തു മഹാദേവൻ. അന്നേരം മധുതാനുമനപേക്ഷിച്ചിരുന്നാൽ എന്നോട് സാന്ത്വത്തന്മാർക്കെല്ലാ നാളേക്കും ഇത് തന്നെ നിൻ പരായുധമായിരിക്കും വേണം എന്നതു വരികില്ലെങ്കിലും ഇത് കേൾനി നിന്നുടെ മനോദരം പഴുതാകരുതല്ലോ. നിന്നുടെ സുതനൊരുത്തനിതു വരായുധം തന്നെത്തായി വരും പുരരങ്ങോട്ട് കൊതിക്കാൻ നിന്നുടെ സുതൻ കയ്യിൽ ശൂലമതിരിക്കും നാൾ വന്നിടാം മരണമെന്നറിക ഗുണാമ്പുതേ. പിന്നെ തിന്മകൾ മൃതനായാലേ ശൂലമുഴന്നരികത്ത് പോരും നിർണയം അറിഞ്ഞാലും എന്നരുൾ ചെയ്തു ശൂലം കൊടുത്തു പുരാന്തകൻ നന്നായി തൊഴുതു വണങ്ങിയാൽ മധുവീരൻ പുത്രനുമുണ്ടായി വന്നു ലവണയുന്നോ. നാമമെത്രയും ദുഷ്ടനായാൽ ബാല്യകാലത്തെ അവൻ സാധുവൃന്ദത്തെ ഉപദ്രവിച്ചു തുടങ്ങിയാൽ താതനും അത് കണ്ടു ശിക്ഷിച്ചു പലതരം. നല്ലത് ചൊന്നാൽ അവനേൽക്കയില്ലെന്നുമേനാൽ നല്ല തെല്ലിവനെന്നു കൽപ്പിച്ചു. ജനകനും ശൂലവും തനേത് കൊടുത്തു വനമ്പുക്കും. കാലാരി തന്നെ ഓർത്തു തപസ് തുടങ്ങിയാൽ ശൂലത്തിൻ ബലം കൊണ്ടു മതിച്ച ലവണനും ഭൂലോകവാസികളെ പീഡിപ്പിച്ചു തുടങ്ങിയാർ. താപവും വന്നാലല്ലോ മുഴുത്തു ചമഞ്ഞിതു താപസന്മാരാ ഞങ്ങൾക്കും മതിമേദിനിപ്പതേ. പ്രത്യീശന്മാരാർക്കും കൊല്ലാവല്ലവൻ തൻ പ്രത്യീശതിലകമേ. രാവണാദികൾ തമ്മേ നിഗ്രഹിച്ചൊരു ഭവാനില്ലൊരു ദണ്ഡമേതു മൃഗനാം ലവണനെ നിഗ്രഹിച്ചു തോർത്താൽ. അന്നേരം ചോദ്യം ചെയ്തു രാഘവൻ തിരുവടി ഇന്നതാചാര വനാഹാരം എന്തോന്നവൻ തന്നുടെ നിലേനം ഇവിടെ എന്നുമെല്ലാം എന്നോട് കേൾപ്പിക്കണം നിന്തിരുവടി. ഇപ്പോൾ ആഹാരം മൃഗമനുഷ്യാദികൾ മാംസമതിനാഹസം രൗദ്രാചാരേ മാലയം മധുവനം. ഹരേ രാമ ഹരേ കൃഷ്ണ രാമായ രാമഭദ്രായ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ശ്രീരാമ രാമ രാമ ഹരേ രാമ.
ഓം കായേന വാചാ മനസേന്ദ്രിയ ബുദ്ധ്യാത്മാ പ്രകൃതോ സ്വഭാവാത് കരോത്യസ്യ സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയന്തം ന്യായേന മാർഗേണ മഹിം മഹിഷാ ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്താം സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യാ വൃത്തി സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത ബ്രാഹ്മണാ സന്തു നിരാഭയാ നിർഭയ. സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി.